അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ മുണ്ടോർമ്പ് വീട്ടിലാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു റെസിപ്പി വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട്, കൊൽക്കത്ത ബിരിയാണിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാവരും കണ്ടു നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അസ്കർ ഖാന്റെ കസിന്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ, ഹൽദി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാനുണ്ട്. അപ്പം നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ പെരുന്നാളൊക്കെ വരുമല്ലോ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റീസണബിൾ റേറ്റിലുള്ള നല്ല കളക്ഷൻസ് ഉണ്ട്. എന്തായാലും ഒന്ന് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീക്കിലാണ് കേട്ടോ അസ്കർ ഖാന്റെ കസിന്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ് പോണത്. അപ്പം അസ്കർക്ക് അവിടെ ഈ സ്ഥലത്തില്ലായിരുന്നു. അസ്കർക്ക് ചെറിയൊരു ട്രിപ്പ് പോയതായിരുന്നു, ഒരു 1 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് ഞാൻ ബ്രദറിന്റെ കൂടെയാണ് പോണത്. അപ്പം നെക്സ്റ്റ് വീക്കിലാകുമ്പോൾ പിന്നെ ഈ ഒരു വീക്കിൽ തന്നെ ഡ്രസ്സ് എടുക്കും വേണം. ഇനി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടണമല്ലോ. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു അബായ ഉണ്ടല്ലോ, ഇതെനിക്ക് ബുർഖീൻ അബായാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്തതാണ്. അപ്പം അതിന്റെ അൺബോക്സിങ് ഞാൻ കാണിക്കാം കേട്ടോ അതിൽ. എന്തായാലും ഞാൻ ഷോപ്പ് എത്താനായിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം AM മോട്ടോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഹൽദി ബുട്ടിക്ക് വരുന്നത്. അപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൈഡിലായിട്ട് ജയ്പൂർ കുർത്തി സെറ്റ്സ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് കുറച്ചൊരു പാർട്ടി വെയർ ടൈപ്പാണ് ആവശ്യമുള്ളത്. പിന്നെ അത് ലാസ്റ്റിലായിട്ട് കുറച്ച് വെസ്റ്റേൺ ടോപ്സ് ഉണ്ട്, പിന്നെ കഫ്താന്, ഷോർട്ട് ടോപ്സ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ അടുത്തുള്ളത്. എനിക്ക് പാർട്ടി വെയർ ആണ് ആവശ്യമെങ്കിലും ഈ ജയ്പൂർ പ്രിന്റഡ് കുർത്തീസ് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി. ഞാൻ 1-2 ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീൽസൊക്കെ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇനി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൽ നല്ല യുണീക്ക് കളക്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് നോക്കട്ടെ. കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് കാണാം. പിന്നെ ഇത് ഇവിടെ കുറച്ച് ബാഗിന്റെ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജീൻസ് പാൻസും ഒക്കെ ഉണ്ട്. ഈ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈഡിലായിട്ട് പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സെറ്റും കൂടെ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. അപ്പോൾ ഇവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഹൽദി ബുട്ടിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫൈനലി ഞാനിതാ ഈ ഒരു ചുരിദാർ സെറ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് എന്തോ ഒരു ഇല്ലാത്തൊരു ടൈപ്പ് ഒരു കളറും അതുപോലെ തന്നെ ഒരു പാറ്റേണും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട്. ഷബ്ന ഹാസ്കർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഞാനിങ്ങനെ ഡ്രസ്സിൻ്റെ ചില ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട്. അങ്ങനെ അപ്പോൾ ഹെൽത്തിത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അടുത്തുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന അബായ ബർക്വീൻ അബായാസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കുമരകം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആക്ച്വലി മറന്നു പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന അബായ. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കാണാം. അതിന് മുന്നേ ആയിട്ട്
ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തി തരാം. ക്യൂല എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ ഗൾഫ് മലയാളികൾക്കൊക്കെ ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നു അല്ലേ? അപ്പൊ എന്തായാലും വെക്കേഷൻ ക്ലാസ്സസ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ട്യൂഷനൊക്കെ അറബി, ഹിന്ദി, മാത്സ് എന്നീ സബ്ജക്റ്റുകളിലൊക്കെ ട്യൂഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ ക്യൂല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവര് 3 വർഷത്തോളായിട്ട് തന്നെ ഗൾഫ് മലയാളീസിനൊക്കെ ക്ലാസ്സസ് ഒക്കെ എടുക്കണം, നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ്. കൂടാതെ ഇവര് 10th, +1, +2 ബോർഡ് എക്സാമിനൊക്കെ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ട്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നല്ല പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സിന്റെ അണ്ടറിലാണ് ട്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ആണ്. അപ്പൊ ഇവര് 3 വർഷമായിട്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോണതാണ്. പിന്നെ കൂടാതെ എനിക്ക് അവരെ പേഴ്സണലി 2 വർഷത്തോളമായിട്ട് അറിയുകയും ചെയ്യാം. നല്ല ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യൂലയുടെ സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂടാതെ സ്ക്രീനിലും കൊടുക്കാം. അപ്പൊ എന്തായാലും ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നല്ല ക്ലാസ്സസ് ആണ്. അപ്പൊ ഇനി ഞങ്ങൾ സ്കൂട്ടിയിൽ പോയിട്ട് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് കൊൽക്കത്ത ബിരിയാണിയാണ്. അപ്പൊ അതിലേക്ക് 1-2 സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അത് പോയി വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങള് സെബീനയുടെ സ്കൂട്ടറിലാണ് പോണത്. അപ്പം ഞങ്ങൾ ആദ്യം പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളൊരു ചായക്കട കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നല്ല ചൂടുള്ള പാർട്സ് കറിയും പൊറാട്ടയൊക്കെയാണ് സെബീൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇലയുടെയും ചായയാണ് എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ അതിലൊതുക്കിയതാണ്. എനിക്ക് കണ്ടിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുമല്ലേ, അപ്പോൾ പിന്നെ അധികം ഇപ്പം തന്നെ കഴിച്ച് ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിക്കുകയാണ്. ഇപ്പോൾ കൊൽക്കത്ത ബിരിയാണിയിലേക്ക് നമുക്ക് കേവ്ര വാട്ടർ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എസൻസ് ആണ്. നമ്മൾ റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വേറൊരു ഫ്ലവറിൻ്റെ ഒരു എസൻസ് ആണിത്. പിന്നെ വേറെയും 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാ നമ്മളതൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ. ഞങ്ങൾ പോയി വന്നു. ഡാൻസ് ചെയ്യാനോ? അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ലഞ്ചിനുള്ള പരിപാടികൾ വേഗം തുടങ്ങട്ടെ കേട്ടോ. ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. അപ്പോൾ വേഗത്തിൽ ഇനി അതിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ചിക്കനൊക്കെ ആദ്യം വേഗം കഴുകിയെടുക്കട്ടെ. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കൊൽക്കത്ത ബിരിയാണി മസാല ചേർക്കണം. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്, ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലിട്ടിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോഗ്രാം ചിക്കനാണ്.
ഈ ഒരു ബിരിയാണിയിലേക്ക് നമ്മൾ ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്, വൈറ്റ് ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ടൊന്ന് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. 1.5 കിലോഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബിരിയാണിയിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ളത് സവാളയും പിന്നെ പൊട്ടാറ്റോയും ആണ്. അപ്പോൾ അതൊക്കെ സെബീന അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഒരു മീഡിയം സൈസ് 6 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പൊട്ടാറ്റോ, അതങ്ങനെ എത്ര കണക്കെന്നൊന്നുമില്ല, ഒരു 6-7 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പീൽ ചെയ്തെടുക്കുന്നുമുണ്ട്. ഇനി നമുക്ക് കൊൽക്കത്ത ബിരിയാണി മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സ്റ്റിക്ക് പട്ട എടുത്തിട്ടുണ്ട്, 2 ജാതിപത്രി, 2 ജാതിക്ക, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ സഹജീരകം അത് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ കുറച്ച് ഏലക്കായ, പിന്നെ നമുക്ക് കറുത്ത ഏലക്കായ കിട്ടുകയാണെങ്കിൽ അതും വേണം. അതുപോലെ തന്നെ വെളുത്ത കുരുമുളക് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മളുടെ കൊൽക്കത്ത ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊട്ടാറ്റോ ഒന്ന് ഈ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് വേണ്ടത്. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊരു 6-7 മിനിറ്റോളം ഒന്ന് ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ. ഇതൊരു 1/4 ഭാഗത്തോളം വേവേ ആവാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ദം ചെയ്യുന്ന സമയത്ത് വേവ് കൂടിപ്പോവും. അപ്പോൾ ഇത് 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാറ്റി വെക്കണം. ഇത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ ഹാഫ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം സെയിം പാനിൽ തന്നെ സെയിം ഓയിലിൽ നമ്മൾ ബാക്കിയുള്ള സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് സഹജീരകം എണ്ണയിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ സമയം നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കൊൽക്കത്ത ബിരിയാണി മസാല നമ്മൾ നേരത്തെ റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, പൊട്ടാറ്റോയുടെ സ്റ്റോക്ക്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കേവ്ര വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ചിക്കനും ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബിരിയാണിയുടെ മസാല റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരി വെന്തതിന് ശേഷം ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ അരിയും 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും ഇട്ട് കൊടുക്കുക. പിന്നെ നെയ്യ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി കുറച്ച് ചൂടുള്ള പാലിൽ കുറച്ച് കുങ്കുമം എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ
ദം ചെയ്ത റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കേവറ വാട്ടറും കൂടെ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് റോസ് വാട്ടറും കൂടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ റൈസ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ റൈസും പൊട്ടാറ്റോയും ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ അധികം വെന്ത് കുഴഞ്ഞിട്ടും ഇല്ല, പാകത്തെ വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് സബീന തൈരും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കുള്ള കോമ്പിനേഷൻ ആയിട്ടൊന്നുമില്ല, നമ്മൾ വെറുതെ ബിരിയാണിയാണല്ലോ എന്നുള്ള രീതിയിൽ ചമ്മന്തിയും തൈരൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു കൊൽക്കത്ത ബിരിയാണി സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഇതാ ഷെസിന് ഫുട്ബോൾ കോച്ചിങ്ങിന് കൊണ്ടുവിടാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാദ്യം മോളി ഫുഡ് കൊടുക്കുകയാണ്. ഷെസിൻ്റെ 4 മണിക്കാണ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 3:50 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഫുൾ സ്കൂട്ടർ റൈഡാണ്. കുറേ നേരം സ്കൂട്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. കൂട്ടിലങ്ങാടി കീരംകുണ്ടിലാണ് കേട്ടോ ഷെസിൻ്റെ കോച്ചിങ് ഉള്ളത്. അപ്പം ഷെയിൻ്റെ മക്കളെ കെൻസ് അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഇതാ ദിവമോള് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണം. അപ്പോൾ ഞാൻ മോളി അവിടെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയായിരുന്നു. എന്താണ് ടാറ്റ പറയുന്നില്ല ദീവ? ടാറ്റ പറയേ, ടാറ്റ ഒന്നുകൂടെ അങ്ങോട്ട് ഫോണിൽ ടാറ്റാ പറയും. ഷെയ്സും അമ്മനും പുറത്ത് ഭയങ്കര കളിയിലാണ്. ആൾക്കാരെന്താണ് കാണിക്കുന്നത്? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.